ലൈഫ് മിഷൻ കോഴക്കേസിൽ സ്വപ്ന സുരേഷിനെ ചോദ്യം ചെയ്ത വിജിലൻസ് കേസന്വേഷണത്തിന്റെ ഭാഗമായി എത്തിയതെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞു. കേസ് പുതിയ കേസൊന്നുമല്ല, പഴയ കേസാണ്. പുതിയ അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അവർ ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിച്ചു. ഞാൻ വന്നു, അത്രേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അതെ അതെ. യെസ്, അഷിൻ ഡിയോഗോ ഉണ്ട്. അഷിൻ, ലൈഫ് മിഷൻ കോഴക്കേസ് ഏറെ വിവാദമായ ഒരു കേസാണ്. സ്വപ്ന പറഞ്ഞ പോലെ തന്നെ പഴയ കേസാണ്. ആ വിവാദത്തിന്റെ കേന്ദ്ര ബിന്ദുവായിരുന്നു സ്വപ്ന സുരേഷ്. ഇപ്പോൾ ആ ചോദ്യം ചെയ്യലിന് എത്തിയിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ പറയും. ഷിഹാസ് കേസിലെ രണ്ടാം പ്രതിയാണ് സ്വപ്ന സുരേഷ് എന്നുള്ളതാണ് നമുക്കറിയാം. ഈ ലൈഫ് മിഷൻ ഭവന പദ്ധതി, തൃശൂർ വടക്കാഞ്ചേരിയിലെ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിൽ, നിർമ്മാണ പദ്ധതിയിൽ അഴിമതി നടന്നിട്ടുണ്ട്, കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നിട്ടുണ്ട് എന്ന ആരോപണത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ വിജിലൻസ് ഉള്ളത്. അതിന്റെ അന്തിമഘട്ടത്തിലേക്ക് അടുത്തിരിക്കുന്നു. ഉടൻ തന്നെ കുറ്റപത്രം സമർപ്പിച്ച് കോടതിയിൽ ഹാജരാകാൻ തയ്യാറാവുകയാണ് വിജിലൻസ് എന്നുള്ളതാണ്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രതികളെ വീണ്ടും വിളിച്ചു വരുത്തി ചോദ്യം ചെയ്ത് വിശദമായി ചോദ്യം ചെയ്യലിലേക്ക് കടക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നതിന്റെ ഭാഗമായാണ് സ്വപ്ന സുരേഷിനെ, കേസിലെ രണ്ടാം പ്രതിയായ സ്വപ്ന സുരേഷിനെ വിജിലൻസിന്റെ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി മുട്ടത്തറയിൽ വെച്ച് ചോദ്യം ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ്. ഏതാണ്ട് 1 മണിക്കൂറോളം ചോദ്യം ചെയ്യൽ നീണ്ടു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നതിന് ശേഷമാണ് സ്വപ്ന സുരേഷ് അവിടെ നിന്ന് പോയിട്ടുള്ളത്. പോകുന്ന വഴി മാധ്യമങ്ങളോട് അവർ സംസാരിച്ചിരുന്നു. പഴയ കേസാണ്, കേസിന്റെ ഭാഗമായി തന്നെ വിളിപ്പിച്ചിരുന്നു. ചോദ്യം ചെയ്യലിന്റെ ഭാഗമായാണ് ഇന്ന് എത്തിയിട്ടുള്ളത്. അതിൽ കൂടുതൽ തനിക്കൊന്നും പറയാനില്ല എന്നൊരു പ്രതികരണമാണ് സ്വപ്ന സുരേഷ് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 6 കോടിയോളം രൂപ, അതായത് UAE ആസ്ഥാനമാക്കിയിട്ടുള്ള റെഡ് ക്രസന്റ് എന്ന ഈ സന്നദ്ധ സംഘടന ഈ പ്രളയബാധിതർക്ക് വീട് വെച്ച് നൽകുന്നതിന് വേണ്ടി 20 കോടി രൂപ ധനസഹായം നൽകിയിരുന്നു. ഇത് മറ്റൊരു 2 സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഈ കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് 6 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ളതായിരുന്നു കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കേസായ സ്വർണ്ണക്കടത്ത് കേസിലെ ED അന്വേഷണത്തിന്റെ ഇടയിലാണ് ഈ സ്വപ്ന സുരേഷിന്റെ ലോക്കറിൽ നിന്നും കോടിക്കണക്കിന് രൂപ കണ്ടെത്തുകയും അത് ഈ അഴിമതി പണമാണ് എന്നുള്ളത് ED കണ്ടെത്തുകയും ചെയ്യുന്നത്. തുടർന്നാണ് വിജിലൻസ് ഈ കേസ് അഴിമതി നിരോധന നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തത്. യൂണിടാക്, അതായത് ഈ നിർമ്മാണ കരാർ ഏറ്റെടുത്തിട്ടുള്ള കമ്പനിയായ യൂണിടാക്കിന്റെ MD അടക്കം മുൻ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ശിവശങ്കറിനെ അടക്കം ഈ കേസിൽ വിജിലൻസ് അറസ്റ്റ് ചെയ്തിരുന്നു. പിന്നീട് അവർ ജാമ്യത്തിൽ ഇറങ്ങി എന്നുള്ളതാണ്. എന്തായാലും ഈ കേസിന്റെ കുറ്റപത്രം അത് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഉടൻ തന്നെ അത് കോടതിയിൽ ഹാജരാക്കാൻ തയ്യാറെടുക്കുകയാണ് വിജിലൻസ്. ഷിഹാസ്. ശരി, അഷിൻ ഡിയോഗയാണ് വിവരങ്ങൾ നൽകിയത്.